നമസ്കാരം. കെ പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയായിട്ട് ഭക്ഷണം കഴിക്കില്ലെന്ന്, സംഘികളുമായിട്ട് ഒരു സന്ധിയും ചേരൂല്ല, സംഘികളെ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിക്കൊപ്പം പോയിരുന്ന് ഉച്ചഭക്ഷണം കഴിച്ചു എന്നും വിരുന്നി പങ്കെടുത്തു എന്നൊക്കെ പറയുന്ന വെറും പച്ച കള്ളമാണ്. ഇവിടുത്തെ കമ്മികൾ പറഞ്ഞുണ്ടാക്കുന്ന ചുമ്മാ കള്ളത്തരമാണെന്ന്. എന്തായാലും വേണമെങ്കിൽ കെ പ്രേമചന്ദ്രനോട് ചോദിച്ചു നോക്ക്, കെ പ്രേമചന്ദ്രൻ സത്യം പറയും. പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നു, ചെല്ലാൻ ആവശ്യപ്പെടുന്നു. ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ മറ്റ് പാർലമെൻറ്റ് അംഗങ്ങൾ അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം തന്നെ വന്ന് ഞങ്ങളെയും കൂട്ടി ലിഫ്റ്റിൽ കയറ്റി ക്യാൻറ്റീനിൽ പോകുന്നു. പാർലമെൻറ്റിൻ്റെ 1-ാം നിലയിലുള്ള ക്യാൻറ്റീനിൽ പോകുന്നു. ഞാൻ പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് ഉച്ചഭക്ഷണം ഇവിടെ നിന്നാകാമെന്ന് കരുതി, നിങ്ങളെയും കൂട്ടാമെന്ന് കരുതി അങ്ങനെയാണ് വന്നത്, മറ്റൊരു കാര്യവുമില്ല എന്ന് പറയുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിനിടയിൽ പാർലമെൻറ്റ് മന്ദിരത്തിലെ ഓഫീസിൽ വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ഒരു MP എന്ന നിലയിൽ, പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ പോകാതിരിക്കാൻ കഴിയുമോ? അവിടെ ചെന്ന് അദ്ദേഹം ക്യാൻറ്റീനിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമ്പോൾ ഇല്ല, ഞാൻ രാഷ്ട്രീയമായി നിങ്ങളോട് വിയോജിപ്പുള്ള ആളാണ്, ഒരു കാരണവശാലും ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കാൻ എൻ്റെ രാഷ്ട്രീയ സംസ്കാരം അനുവദിക്കുന്നില്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരവും അനുവദിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ പരസ്യമായിട്ടാണ് പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ, 1-ാം നിലയിലുള്ള ക്യാൻറ്റീനിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മറ്റ് നിരവധി പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്. അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പരസ്യമായി നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ സൗഹൃദ വിരുന്ന് എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹം എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ക്ഷണിച്ചതെന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. അവിടെ വന്നതിൽ മിക്കവാറും പാർലമെൻറ്റിൽ നന്നായി പെർഫോം ചെയ്യുന്നവരാണ്. പാർലമെൻ്ററി പ്രവർത്തന രംഗത്ത് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള പേരാണ് മിക്കവാറും അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെല്ലാം. അപ്പോൾ അതിനെ വിവാദവൽക്കരിച്ച് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് CPM നടത്തുന്നത്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ പൊതുവെയും കൊല്ലത്തെ ജനങ്ങൾ പ്രത്യേകിച്ചും തിരിച്ചറിയും. ഇനിയിപ്പോൾ ആർക്കും സംശയമൊന്നുമില്ലല്ലോ, കെ പ്രേമചന്ദ്രൻ അങ്ങനെ നരേന്ദ്രമോദി വിളിച്ച വിരുന്നിൽ പങ്കെടുത്തിരിക്കുന്നു. UDFൻ്റെ MP ആണ്, RSPയുടെ നേതാവാണ്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഉച്ചഭക്ഷണത്തിന് വിളിച്ചപ്പോൾ, ഈ വിരുന്നിന് വിളിച്ചപ്പോൾ പോകാനുള്ള കാരണമായിട്ട് മൂപ്പർ പറയുന്നത് കേട്ടോ. അതായത് പെട്ടെന്ന് വിളിച്ചതാണ്, പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ എങ്ങനെ പോകാതിരിക്കുക, അപ്രതീക്ഷിതമായിട്ട് വിളിച്ചതാണ് എന്ന രീതിയിലാണ് ന്യായീകരിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് ഏത് BJP നേതാവും, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലൊരു BJP നേതാവ് വിളിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയാൽ മാധ്യമങ്ങൾ പല രീതിയിൽ അത് വിലയിരുത്താനും പല രീതിയിൽ വാർത്തയാക്കാനുമുള്ള സാധ്യതയുണ്ട്. കെ പ്രേമചന്ദ്രൻ BJPയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളിലൊക്കെ കാണാനിടയായി. അവരെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം പലപ്പോഴും ഈ BJP നേതാക്കന്മാരുമായി പല വിരുന്നിൽ പങ്കെടുത്ത പല ആളുകളും, കോൺഗ്രസിലുള്ള പല നേതാക്കന്മാരും അങ്ങോട്ട് ഒഴുകിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കെ പ്രേമചന്ദ്രൻ പോയിട്ടുണ്ടെങ്കിൽ അത് വാർത്തയാകും, അല്ലെങ്കിൽ അത് രാഷ്ട്രീയപരമായി അത് വലിയ ചർച്ച ചെയ്യപ്പെടുമെന്ന് നന്നായിട്ട് കെ പ്രേമചന്ദ്രൻ അറിയാം. അറിയാതെയൊന്നും പോയതൊന്നുമല്ല. പക്ഷേ പിടിക്കപ്പെട്ടപ്പോൾ കിടന്ന് ന്യായീകരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന പാർലമെന്റിൽ കിടന്ന്, ലോകസഭയിൽ കിടന്ന് നല്ല രീതിയിൽ ഈ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല എന്നൊക്കെ രീതിയിലാണ് പറയുന്നത്. കൊല്ലംകാർക്ക് എന്നെ അറിയാടെ എന്നൊക്കെ തള്ളി മറയ്ക്കുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോഴാണ് കെ പ്രേമചന്ദ്രനൊക്കെ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നത്. ഇങ്ങനെ വലിയ തോതിൽ വിമർശിക്കുകയും അത് കഴിഞ്ഞ് അതാ ഇങ്ങനെ ഒരുമിച്ച് പോയി ചായ കുടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം നന്നായിട്ടുണ്ട് കെ പ്രേമചന്ദ്രൻ. എന്തായാലും കെ പ്രേമചന്ദ്രൻ ഒട്ടും വിചാരിച്ചു കാണില്ല ഈ ദൃശ്യങ്ങളും ഈ പറയുന്ന ഫോട്ടോസും ഒക്കെ പുറത്തു പോകുമെന്ന്. എന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശനോടും സുധാകരനോടും ഒക്കെ ചോദ്യം ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രിയായിട്ട് ഒരു വിരുന്നി പങ്കെടുത്ത് എന്താണ് കുഴപ്പം എന്നാണ് ഇവർ ചോദിക്കുന്നത്. പ്രേമചന്ദ്രൻ പോയി. പ്രേമചന്ദ്രൻ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റ് അംഗത്തെ വിളിച്ചാൽ പോയതിന്റെ അകത്ത് ഒരു ഭാഗതയില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു 100% രാജ്യത്ത് പിണറായി വിജയൻ പോയിട്ടില്ലേ? പിണറായി വിജയൻ പോയില്ലേ? അദ്ദേഹത്തിന് മുമ്പ് പോയി ചാൻസ് നിന്നിട്ടില്ലേ? അദ്ദേഹത്തിന് ചോദ്യം ചെയ്തോ? അല്ല, അത് പറയാണ്ട് ഇല്ല. ഞങ്ങൾ ഇന്നലെയും പറഞ്ഞല്ലോ, താങ്കളെന്ന് ചോദിച്ചപ്പോ പറഞ്ഞല്ലോ, പ്രേമചന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ്. നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. അവിടുത്തെ എത്രയോ അവാർഡ്, ഏറ്റവും ബെസ്റ്റ് പാർലമെന്റേറിയൻ അവാർഡ് വാങ്ങിച്ച ആളാണ്.
അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പോണെന്ന് എന്താ അതിന്റെ അകത്ത് വിവാദം? എന്താ വിവാദം? ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മുഖ്യമന്ത്രി എന്നെ വിളിച്ചു, ഈ കേന്ദ്രത്തിലെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഒരു ഗൂഗിൾ മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഗൂഗിൾ മീറ്റിംഗിൽ പങ്കെടുത്തു. അതല്ല, മുഖ്യമന്ത്രി പറയാണ് മുഖ്യമന്ത്രിയെ കാണണം, ഒന്നൊരു ഓഫീസിൽ പോകണം. പ്രതിപക്ഷ നേതാവായ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയില്ലേ? പോകണ്ടേ? ഞാൻ വരൂല, എനിക്ക് സൗകര്യമില്ല എന്ന് പറയാൻ പറ്റുമോ? ടി സിദ്ദിഖിന് MLA ആണ്, മുഖ്യമന്ത്രി വിളിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് പോകാതിരിക്കാമോ? പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് NK പ്രേമചന്ദ്രനെ വിളിച്ചു, അടിയന്തരമായി ചെല്ലണമെന്നോട് ചെന്നു കഴിഞ്ഞപ്പോ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചുപേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ. എന്താ തെറ്റ്? പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചാൽ പോകണ്ടേ? ഞങ്ങൾ പിണറായി വിജയനെ അതിശക്തിയായി രാഷ്ട്രീയമായി ഭരണപരമായി ശക്തിയായി എതിർക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഒരു MLA മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ പോകില്ലേ? നരേന്ദ്രമോദി സർക്കാരിനെതിരെ ജന്തർ മന്ദിറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചപ്പോൾ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ അതിശക്തമായ ഭാഷയിൽ അതിശക്തമായ ശബ്ദത്തിൽ മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചപ്പോൾ ഇവിടെ ആരാണ് ആ സമരം തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയത്? സുരേന്ദ്രനൊന്നുമല്ല, സതീശനാണ്. കേരളം പറയുന്നതാണ് പച്ച കള്ളമെന്ന് പറഞ്ഞു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു കണക്ക് പുറത്തുവിട്ടപ്പോൾ അതാണ് സത്യമെന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിച്ച് വാദിച്ചു. എന്നിട്ട് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമായ കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു. അങ്ങനെ തെളിയുമ്പോൾ സതീശനൊക്കെ ഏത് പക്ഷത്താണെന്ന് നമുക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പയറ്റാൻ പോകുന്ന രാഷ്ട്രീയം അത് എന്ത് രീതിയിലുള്ള രാഷ്ട്രീയമാണെന്നും നന്നായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 29 രൂപയുടെ അരി തൃശ്ശൂരിൽ കൊടുത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം BJP കളിക്കുമ്പോഴും ഒരക്ഷരം മിണ്ടാതെ നിശബ്ദരായിരിക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണെന്നൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. സതീശ, സുധാകര, സുരേഷ് ഗോപിക്കെതിരെ ഒരക്ഷരം ഇവർ മിണ്ടില്ല. സംഘപരിവാരങ്ങൾക്കെതിരെ ഒരു അക്ഷരം മിണ്ടില്ല. സമരാഗ്നി എന്ന് പറഞ്ഞൊരു സമരം നടത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ സംസ്ഥാന സർക്കാരിനെതിരെ ഇല്ല കള്ളങ്ങൾ, പച്ചക്കള്ളങ്ങൾ അങ്ങ് പടച്ചു വിടുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ വാർത്താ സമ്മേളനത്തിനിടെ സതീശനോട് ചോദിച്ചത്, നിങ്ങളിത് കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥക്കെതിരെയാണ് ഈ സമരം നടത്തുന്നത് എന്നാണല്ലോ പറയുന്നത്, എന്തുകൊണ്ട് സമരാഗ്നിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറയാ, അത് ഫുൾ പ്രസംഗം കേൾക്കാത്തതുകൊണ്ടാണെന്ന്. എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും സതീശനെയും സുധാകരനെയും സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടില്ലെന്ന്. എന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനെ ന്യായീകരിച്ച് വെളുപ്പിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിൽ വന്ന് നിന്ന് ജയിച്ച് MP ആയി ഇവിടുന്ന് ഒരു മുതൽ പോയിട്ടുണ്ടല്ലോ രാഹുൽ ഗാന്ധി, ഇവരുടെ പ്രധാനപ്പെട്ട നേതാവാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു, പ്രധാനമന്ത്രി ഇപ്പൊ ആകും എന്നൊക്കെ പറഞ്ഞ് പടച്ചുവിട്ടതാണ്. പാർലമെന്റിൽ മോദി സർക്കാരിനെതിരെ അതിശക്തമായ ഭാഷയിൽ എത്ര തവണ പ്രതികരിച്ചിട്ടുണ്ട്, എത്ര തവണ ഈ പറയുന്നത് പോലെ ഒന്ന് ആഞ്ഞടിച്ചിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ചാൽ വെറുതെ ഒരു വേസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കുറെ യാത്രകൾ നടത്തി, കുറെ എവിടെയൊക്കെ പോയി ഫോട്ടോഷൂട്ട് നടത്തി എന്നതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ ഒരു ബിഗ് സീറോയാണെന്ന് നമുക്കൊക്കെ നന്നായി തന്നെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. വയനാട്ടിൽ MP ആയി വന്ന് വയനാട്ടിൽ ഒരു കുന്തവും ചെയ്യാതെ വയനാട്ടിലെ ജനങ്ങൾക്ക് പോലും അവരെ MP പോലും കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയ മൊയന്താണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. രാജ്യസഭയിലേക്ക് പോയ മലയാളി കൂടിയായ നമ്മുടെ ജോൺ ബ്രിട്ടാസ് ഒക്കെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നത് കാണുമ്പോൾ പൊന്നു രാഹുൽ ഗാന്ധി ഒന്ന് കണ്ടു പഠിക്ക് എന്ന് പറഞ്ഞു പോവുകയാണ്. ഹാജർ നില, അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയം, ചർച്ചകൾ, ഇതിലൊക്കെയുള്ള ഇടപെടലുകൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ജോൺ ബ്രിട്ടാസിന്റെ അയലത്ത് പോലും വെച്ച് കെട്ടാൻ പറ്റില്ല ഈ രാഹുൽ ഗാന്ധിയെ. എന്നിട്ട് ഇപ്പൊ ഈ ഇത്തരം വിഷയങ്ങൾ, അതായത് സംഘികളുമായിട്ടുള്ള സന്ധിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ ഇവന്മാരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളല്ല, CPM-ഉം ഈ പറയുന്ന LDF ഒക്കെയാണ് BJP ആയിട്ട് വലിയ കമ്പനി എന്നാണ്. എന്നാൽ ഇത് തെളിയിക്കുന്ന ചില എന്തെങ്കിലും തെളിവുകൾ പുറത്തു വിടുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യിലില്ല കേട്ടോ. അതാണ് ഇതിൽ ഏറ്റവും വലിയ സംഭവം. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നിൽക്കുന്ന നിപ്പ് കണ്ടോ, ശരീരഭാഷ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിന്ന് ന്യായീകരിക്കുകയും ചെയ്യും. ഇതാണ് സതീശന്റെയും സുധാകരന്റെയും ഒക്കെ പ്രത്യേക ഒരു ഇപ്പോഴത്തെ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത്.